കൊച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരിക്ക് നേരെ UDF കൗൺസിലറുടെ മർദ്ദനവും അസഭ്യവർഷവും. കോർപ്പറേഷൻ 49ാം ഡിവിഷൻ കൗൺസിലറായ സുനിത ഡിക്സനാണ് വനിതാ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തത്. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് മരട് പോലീസിൽ പരാതി നൽകി. പറയുമ്പോ പൈസ തന്നിട്ടുണ്ട് എല്ലാം കൊച്ചി വൈറ്റ്ലയിലെ ആർട്ടിക് ഹോട്ടലിലെ വനിതാ ജീവനക്കാരിക്കാണ് മർദ്ദനമേറ്റത്. ഹോട്ടലിന് സമീപത്തുള്ള കാനയ്ക്ക് മുകളിലുള്ള സ്ലാബ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ സുനിത ഡിക്സൺ യുവതിയുടെ മുഖത്തടിക്കുകയായിരുന്നു. തന്നെ അസഭ്യം പറയുകയും കൈപിടിച്ചു തിരിച്ചുവെന്നും മർദ്ദനമേറ്റ യുവതി പറഞ്ഞു. അവർ നമ്മളെ വീഡിയോസും ഫോട്ടോസും മൊത്തം എടുക്കണം. ഭയങ്കര അനാശ്വാസം, സാറുമാർ തെറിയൊക്കെ അറിയണേ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു, ഞാൻ സംസാരിക്കുന്നുണ്ട്. അതിലെ പെണ്ണെൻ്റെ കൈ പിടിച്ച് പിരിക്കലും മൂന്നൊക്കെ അടിക്കലും ഒരു തെറി പറഞ്ഞു. അതിൽ ഭയങ്കര തെറിയും സാറുമാരെ അനാശ്വാസം സംസാരിക്കണതൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചതാണുള്ളത്. ഇല്ല, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. സംസാരിക്കുന്ന ആ വീഡിയോയിൽ ഉണ്ടാവുമല്ലോ, സംസാരിക്കുന്ന ഇടയിലാണ് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ തെറിയൊന്നും പറയണില്ല. മാന്യമായി സംസാരിക്കണം, എന്തായാലും ഒരു സ്ത്രീയല്ലേ. അതിലാണ് അടിക്കലും. ആ ഫോണിൽ വീഡിയോസിൽ തന്നെ ഉണ്ട് അടിക്കുന്നതും കൈ പിരിക്കുന്നതും തെറി പറയുന്നുണ്ട്. ഹോട്ടലിനരികിലെ കാന വൃത്തിയാക്കാനെന്ന പേരിലാണ് 49ാം ഡിവിഷൻ കൗൺസിലറും RSP നേതാവുമായ സുനിത ഡിക്സൺ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് JCB ഉപയോഗിച്ച് സ്ലാബുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു. പല കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴായി തങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നും ഏറ്റവും ഒടുവിൽ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നൽകാത്തതിലുള്ള വിരോധമാണ് ഹോട്ടൽ കോമ്പൗണ്ടിനകത്ത് കുത്തിപ്പൊളിക്കാൻ കൗൺസിലർ എത്തിയതെന്നും ആർട്ടിക് ഹോട്ടൽ മാനേജർ അനിൽകുമാർ ആരോപിച്ചു. അവർ ഓരോ കാര്യം പറഞ്ഞ് മേടിക്കണതാണ്. ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യും, ഇവിടെ ഇങ്ങനെ ചെയ്യും, മാറിയാൻ പൂട്ടിക്കും. ഇടക്കിടക്ക് ഭീഷണി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു വെറുപ്പിക്കുണ്ട്. നമ്മൾ പ്രസ്ഥാനം തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഇടക്കിടക്ക് പണം കൊടുക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കാശ് മേടിച്ച് കണ്ട് പോരാന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് ഇട്ടുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക പറഞ്ഞു. എനിക്ക് ഒരു 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 15 ലക്ഷം പോയിട്ട് 1 രൂപ പോലും നമ്മൾ തരില്ല. അപ്പോൾ അന്നും തുടങ്ങിയ ശത്രുതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് ഹെൽത്തുകാരൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ വേസ്റ്റ് വെള്ളം കാണിയിലൊക്കെ കൊടുക്കണം ഒരു പരാതി കൊടുത്തു. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് ഒരു 25,000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വേസ്റ്റ് അവിടെ കൊടുക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫൈനിലാക്കാൻ തയ്യാറാണ്. അപ്പോൾ ഹെൽത്തുകാർ വിളിച്ചുകൊണ്ട് കാണിച്ചപ്പോൾ അങ്ങനെ സംഭവം ഇല്ല. അപ്പോൾ അത് കാരണം ആ 25,000 കൊടുക്കേണ്ട വന്നില്ല. അപ്പോൾ ആ വാശിക്കാണ് ഇന്ന് രാവിലെ JCB ഒരു മുന്നറിയിപ്പില്ലാണ്ട് JCB ആയിട്ട് പൊളിക്കാൻ വന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ വനിതാ ജീവനക്കാരി ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് മരട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. വിവരങ്ങളുമായി ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഹോട്ടൽ ജീവനക്കാരിക്ക് നേരെയാണ് UDF കൗൺസിലറുടെ ഈ മർദ്ദനവും അസഭ്യവർഷവും. കോർപ്പറേഷൻ 49ാം ഡിവിഷൻ കൗൺസിലറായ സുനിത ഡിക്സനാണ് വനിതാ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തതും അസഭ്യം പറഞ്ഞതും. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിനു, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. കൊച്ചി വൈറ്റ്ലയിലുള്ള ആർട്ടിക് എന്ന ഹോട്ടലിലെ വനിതാ ജീവനക്കാരിക്ക് നേരെയാണ് ഈ UDF കൗൺസിലറും RSP നേതാവുമായ സുനിത ഡിക്സന്റെ കയ്യേറ്റം ഉണ്ടായത്. കയ്യേറ്റം ചെയ്തതെന്ന് മാത്രമല്ല, അസഭ്യം പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് ഇവർ പറയുന്നതനുസരിച്ച് ഈ ഹോട്ടലിന് സമീപത്തുകൂടി, ഹോട്ടലിന്റെ കോമ്പൗണ്ടിനകത്തുകൂടി തന്നെ ഒരു കാന ഒഴുകുന്നുണ്ട്. ഈ കാനയിൽ ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ട്, അതിപ്പോൾ തന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് രാവിലെ സുനിത ഡിക്സൺ JCBയുമായൊക്കെ വരികയായിരുന്നു. തുടർന്ന് JCB ഉപയോഗിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആ ഹോട്ടലിന് സമീപം കുത്തിപ്പൊളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് ഹോട്ടൽ അധികൃതർ തടഞ്ഞു, ഇത് ചോദ്യം ചെയ്തു. ആ ചോദ്യത്തിനിടയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ വന്ന് ഇതിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യം ഈ ഹോട്ടൽ അധികൃതർ ചുമതലപ്പെടുത്തിയ ഹോട്ടലിലെ ജീവനക്കാരി അവരോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരിക്കുന്നതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലറുടെ ആളുകൾ അവർ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ചും ഇവർ ചിത്രീകരിച്ചു. ഇതിനിടയിൽ ഇക്കാര്യം സംസാരിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് വലിയ ഒരു പ്രകോപനവും കൂടാതെ ഈ UDF കൗൺസിലർ ഈ ജീവനക്കാരിയുടെ മുഖത്തടിക്കുന്നത്. അതായത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, അവരുടെ മുഖത്തടിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ മുഖത്തടിച്ചതോടുകൂടി ക്യാമറ മറിയുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഇവരുടെ കൈ പിടിച്ചു തിരിച്ചു എന്നും ഈ യുവതി ആരോപിക്കുന്നുണ്ട്. ഇതിൽ മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇവർ നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൂടാതെ മരട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴിയടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ ഇവർക്കെതിരെ മറ്റൊരു ആരോപണം ഉയർന്നത് ഈ ഹോട്ടലിൽ നിന്ന് പല
കാര്യങ്ങൾ പറഞ്ഞ് ഇവരിൽ നിന്ന് പണം പിരിക്കാറുണ്ട് എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും പലപ്പോഴും പല ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 15 ലക്ഷം രൂപയാണ് പല കാര്യങ്ങളും പറഞ്ഞ് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് നൽകിയില്ല. ആ നൽകാത്തതിലുള്ള വിരോധത്തെ തുടർന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ഈ ഹോട്ടലിൽ അഴുക്ക് ഒഴുക്കുന്നുണ്ട്, അത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നഗരസഭയെ കൊണ്ട് നോട്ടീസ് നൽകുകയും അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ പരിശോധനയിൽ ഒന്നും തന്നെ കാണാനായില്ല. അത്തരത്തിൽ വിരോധത്തിന്റെ പേരിൽ ഇത്തരത്തിൽ പല പല നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ് ഇന്ന് JCBയുമായി അവിടെ എത്തിയത്. അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്നാണ് അവർ ആരോപിക്കുന്നത്. കൊച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരിക്ക് നേരെ UDF കൗൺസിലറുടെ മർദ്ദനവും അസഭ്യവർഷവും